ആകെ നാണം കെട്ട അവസ്ഥയിലാണല്ലോ ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ്. കുറ്റക്കാരെ എല്ലാം സംരക്ഷിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമമാണ് അവർ ഇപ്പോൾ നടത്തുന്നത്. ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടത്തിയവരെ കണ്ണും പൂട്ടി സംരക്ഷിക്കുക, തങ്ങളുടെ തന്നെ നേതാക്കൾ ജീവനൊടുക്കാൻ കാരണമായവരെ ചേർത്ത് പിടിക്കുക, ഇതൊക്കെയാണ് ഇവരുടെ ഇപ്പോഴത്തെ പ്രധാന ഹോബി. കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് കാനാട്ടുമലയിൽ തങ്കച്ചനെതിരെ കള്ളക്കേസ് കെട്ടിച്ചമച്ചവർക്കെതിരെയും DCC ട്രഷറർ NM വിജയന്റെയും ജോസ് നെല്ലേടത്തിന്റെയും ആത്മഹത്യയ്ക്ക് ഉത്തരവാദികളായവർക്കെതിരെയും ഇതുവരെയും യാതൊരു നടപടിയും എടുത്തിട്ടില്ല. വയനാട് കോൺഗ്രസിലെ ഗ്രൂപ്പ് പോര് കൊടുമ്പിരി കൊണ്ടിരിക്കെ DCC പ്രസിഡന്റ് ND അപ്പച്ചനെ മാറ്റി ദേശീയ തലത്തിലെ നാണക്കേട് മറികടക്കാനാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ശ്രമം. തങ്കച്ചനെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ മുഖ്യപ്രതി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അനീഷ് മാമ്പള്ളിക്കെതിരെയും നടപടിയെടുത്തിട്ടില്ല. ജോസ് നെല്ലേടത്തിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ച നേതാക്കൾക്കെതിരെയും നടപടിയില്ലെന്ന് മാത്രമല്ല, ആത്മഹത്യാക്കുറിപ്പിൽ പേരുള്ള നേതാക്കളെയും തൊട്ടിട്ടില്ല. ഇനി ഗുരുതര ആരോപണങ്ങൾ നിലനിൽക്കുന്ന മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തെങ്കിലും കോൺഗ്രസിന്റെ ആ നാടകവും ഇപ്പോൾ പൊളിഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തന്നെ രാഹുലിനെ സംരക്ഷിക്കുകയാണ്. കോൺഗ്രസ് നേതാക്കളെല്ലാം ഷാഫിക്കും രാഹുലിനും കീഴടങ്ങിയെന്നാണ് ഇതോടെ വ്യക്തമാവുന്നത്. രാഹുൽ നിയമസഭയിലേക്ക് വരുമ്പോൾ കൂടെയുണ്ടായിരുന്നത് യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ നേമം ഷജീർ ആയിരുന്നു. എന്നാൽ നേമം ഷജീറിനെതിരെയും പരാതി നൽകിയിട്ട് പാർട്ടി നടപടിയെടുക്കാൻ തയ്യാറായിട്ടില്ല. രാഹുൽ പാലക്കാട് എത്തിയപ്പോഴും കൂടെയുണ്ടായിരുന്നത് നേതാക്കൾ തന്നെയാണ്. യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും നേതാക്കൾ തന്നെ രാഹുലിനു വേണ്ടി ഇവിടെ സംരക്ഷണം ഒരുക്കുകയാണ്. NM വിജയൻ ജീവനെടുക്കാനിടയാക്കിയ IC ബാലകൃഷ്ണൻ MLAയും കോൺഗ്രസ് ചേർത്ത് പിടിക്കുന്നു. MLAക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിൽ ഉണ്ടായിരുന്നിട്ടും നേതൃത്വം തന്നെ അദ്ദേഹത്തെ സംരക്ഷിക്കുകയാണ്. ക്രിമിനലുകളെ സംരക്ഷിച്ചു നിർത്തുന്ന കോൺഗ്രസിന്റെ കപടമുഖം ജനങ്ങൾക്ക് ബോധ്യമായി കഴിഞ്ഞു. ഇതാകണമോ ജനാധിപത്യ പാർട്ടി? ഉത്തരം നിങ്ങൾ തന്നെ പറയണം.